ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോമിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുകയാണ്. ഒരു പ്രൊഫസർ ലീ വന്ന് അവരെ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ ആ ലേഡി വന്ന് പറയുവാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബോഡി ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചു നോക്ക്, അല്ലെങ്കിൽ വെള്ളമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ ഒന്ന് പോയി നോക്ക്. മേ ബി നിങ്ങൾക്ക് പഴയ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായെന്ന് ഒരു പക്ഷേ ഓർത്തെടുക്കാനായി സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പറയണം. അപ്പോൾ ഇവർ ഓക്കെ, ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വെള്ളമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് പോരുവാണ്. എന്നിട്ട് ലൂസി ആണെങ്കിൽ അവളുടെ പപ്പയും അമ്മയും കണ്ടിട്ട് അവരുടെ അടുത്ത് പറയുമോട്ടെ, എങ്ങനെയെങ്കിലും ഒന്ന് ഞാനും കൂടി ഒരു ട്രിപ്പ് പോയിട്ട് വരാം, അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യം ലൂസിയുടെ പപ്പ വന്ന് ഇതൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ എടുത്തോണ്ട് ലൂസി വന്ന് ലൂസിയുടെ അമ്മയുടെ അടുത്ത് കണ്ണുകൊണ്ട് കാണിക്കുന്ന സമയത്ത് അമ്മ പറയുകയാണ്, ശരി പിള്ളേരല്ലേ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ലൂസിയുടെ പപ്പ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകണം. ഇതേ സമയം പ്രൊഫസർ ലീ ആണെങ്കിൽ ഇവരുടെ ഡാറ്റ എല്ലാം തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂമാൻസി അങ്ങോട്ട് വരിക. അപ്പോൾ ഷൂമാൻസിനെ കണ്ടുകൊണ്ട് ഈ പ്രൊഫസർ ലീ വന്ന് ആ ലാപ്പ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. വേറെ ഒന്നുമല്ല, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂമാൻസി അറിയരുതല്ലോ ഈ കാര്യം. അപ്പോൾ ഷൂമാൻസി വരുമ്പോൾ ഷൂമാൻസിന് ഡൗട്ട് ഉണ്ട് കേട്ടോ, ഇവരെന്തിനും ഇങ്ങനെ ചെയ്യുന്നതെന്നും. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ റിസർച്ച് എല്ലാം എങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ അതിനനുസരിച്ചായിട്ട് പ്രൊഫസർ ലീ ആൻസർ എല്ലാം പറയും. ആ സമയത്ത് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയും, നമ്മുടെ സെങ്ങിൻ്റെ റിപ്പോർട്ടിൽ കുറച്ച് പ്രശ്നങ്ങളോടൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞിട്ട് പ്രൊഫസർ ലീയെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മുടെ ഷൂമാൻസി വന്ന് ആ ലാപ്ടോപ്പിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടാണ് ഒരു ഡൗട്ടോടു കൂടിയാണ് പോകുന്നത്. അന്ന് രാത്രി കാണിക്കുവാണ്, ഏതോ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഈ ആ ഒരു ഡെസ്ക്ടോപ്പിനകത്ത് എല്ലാ സാധനങ്ങളും ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് പോയേക്കുവാണ്. ഇനി നമ്മുടെ ഞാനും ലൂസിയും കൂടി ട്രിപ്പ് പോകാനൊക്കെ സമ്മതിച്ചല്ലോ. അപ്പോൾ അവർ ട്രിപ്പ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുവാണ്, അല്ല ഇനി അവരെങ്ങാനും നമ്മളെ ഫോളോ ചെയ്തെങ്ങാനും വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലൂസ് വരെ നിൽക്കും, ഞാൻ ആ കാര്യം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യണം. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ലൂസിയുടെ പപ്പയാണെങ്കിൽ ബെഡിൽ കിടക്കും കേട്ടോ. എന്നിട്ട് ചോദിക്കണം, മോളെ ഞാൻ ഉറക്കം എണീറ്റതും കൂടിയില്ല, മോൾ എന്തിനാ ഇപ്പോൾ വിളിച്ചേ, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലൂസി പറയാം, ഇല്ലപ്പാ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഇറങ്ങാൻ പോകാമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്, വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. എന്നിട്ട് കാണിക്കുകയാണ്, ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ അവരും കാറിൽ ബാക്കിൽ നിൽപ്പുണ്ട്, പക്ഷേ കാറിൻ്റെ ബാക്കിൽ മറ്റേ തലോണ പോലെയൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തതൊക്കെ ലൂസിയുടെ അമ്മയുടെ ഐഡിയ. അപ്പോൾ ലൂസിയുടെ അമ്മ പറയണം, ഇങ്ങനെയൊക്കെ ചെയ്താലേ മക്കളെ വിശ്വസിക്കാൻ പറ്റും, അവൾക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സത്യം പറഞ്ഞാൽ ഇവരെ ഫോളോ ചെയ്തിട്ട് പോകണം. ഇനി ഈ പോകുന്ന വഴിക്ക് ഇവർ എന്തോ കയ്യും തൊട്ട സമയത്ത് ഉറങ്ങാൻ പോയിട്ട് ഈ വണ്ടി ആക്സിഡൻറ്റ് പോലെ ആയിട്ടും അത് വണ്ടി കംപ്ലൈൻ്റ് ആയി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ സോറി പറയും ലൂസിയോട്, സോറി ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്, എനിക്ക് അറിയാമായിരുന്നു കൈ തൊട്ട് ഉറങ്ങിപ്പോകുന്നു, പക്ഷേ അറിയാതെ സംഭവിച്ചു പോയതാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൂസിയുടെ അപ്പയും വീട്ടിലെ നൈറ്റ് ഡ്രസ്സ് ഇല്ല ആ കോലത്തിലാണ് വന്നേക്കുന്നത്, അവർ ഓടി അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ലൂസിയുടെ അപ്പയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ലൂസിയുടെ അപ്പ പറയണം, ഇനി നിങ്ങൾ ഒറ്റയ്ക്കൊന്നും ട്രാവൽ ചെയ്യണ്ട, ഈ കാറ് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിന് നീ വിളിച്ച് പറ, എടുത്തുകൊണ്ട് പോകാൻ പറ, പകരം നീ എൻ്റെ കൂടെ വാ, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ കാറ് കയറിയിട്ട് അവർ ഹോട്ടലിൽ പോവാണ്. ഇനി ഹോട്ടലെത്തുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഓൾറെഡി ഒരു വലിയൊരു ലാർജ് ഒരു ബെഡ്റൂമാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനിയാണെങ്കിൽ അവിടെ ഓൾറെഡി ഒരു ഹോളിഡേ സീസൺ ആയതുകൊണ്ട് തന്നെ ഇനി റൂമൊന്നും ബാലൻസ് ഇല്ല, ബുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പിന്നെ 2 റൂമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എടുത്തുകൊണ്ട് അവിടെ ചോദിക്കുന്ന സമയത്ത് ഈ റൂമിൽ 8 പേർക്ക് കിടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അത്രയും വലിയൊരു ബെഡ്റൂമാണ് ഇവൻ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ഞാൻ വന്നിട്ട് ലൂസിയുടെ പപ്പയുടെ കൂടെ കിടക്കട്ടെ, ലൂസി വന്ന് ലൂസിയുടെ അമ്മയുടെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് തീരുമാനിച്ചിട്ട് അതിനകത്ത് കുറേ ബെഡൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ബെഡ്റൂമാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ട് അവർ പോവാണ്. അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ലൂസിയുടെ അമ്മ ചോദിക്കുകയാണ്, മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്കിപ്പോൾ ഇങ്ങനൊരു അസുഖം, ഇത്രയും ഒരു അസുഖമുള്ള കാര്യം നീ എന്താ ഞങ്ങളുടെ അടുത്തൊന്നും പറയാഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് ലൂസി പറയുകയാണ്, ഇല്ല അമ്മ, എനിക്കൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും സമാധാനം കാണത്തില്ലെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാഞ്ഞെന്ന് പറയുന്ന സമയത്ത് ലൂസിയുടെ അമ്മ പറയാം, മക്കളുടെ സ്വന്തം മക്കളുടെ അസുഖം അറിയാണ്ടത് ഒരു അപ്പൻ്റെ അമ്മയുടെ അവകാശമോ, മനസ്സിലായോ, പിന്നെ നീ ഞങ്ങൾക്കൊരു ഭാരമൊന്നുമില്ല, മോളത് മനസ്സിലാക്കണം എന്ന് പറയണം. അപ്പോൾ ഇവളിങ്ങനെ പറയും, പപ്പയ്ക്ക് എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ അമ്മ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാമെന്ന് പറയുന്ന സമയത്ത് ലൂസിയുടെ അമ്മ പറയണം, മോളുടെ അടുത്ത് ആരെ പറഞ്ഞേ, നിനക്കൊരു കാര്യം അറിയോ, നീ ജനിച്ചതിന് ശേഷം ഞാൻ നിന്നെ നോക്കിയേക്കാം, കൂടുതൽ നിൻ്റെ പപ്പയാണ് നിന്നെ നോക്കിയേക്കുന്നത്, ആളുടെ സ്വഭാവം ഇച്ചിരി മോരുടെ സ്വഭാവം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ഇച്ചിരി ബഹുമാനത്തോടും പേടിയോടും നിൽക്കണം എന്ന് വെച്ചിട്ടല്ല, അത് ഉള്ളിൽ നിന്നോട് എത്ര സ്നേഹമാണ് അറിയും, നീ ജനിച്ച സമയത്തൊക്കെ നിന്നെ തറയെ പോലെ വെക്കാതെ എന്താ പറയുക, തല വെച്ച് ഉറുമ്പായിരിക്കും, തല വെച്ച് പേനായിരിക്കുന്ന ലെവലിൽ ആളെടുത്തുകൊണ്ട് നടന്നായിരുന്നേ, അങ്ങനെ ഒരു പപ്പയാന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ലൂസിക്ക് ഈ കാര്യം മനസ്സിലാകുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി ലൂസിയുടെ അമ്മ പറയും, നീ ഒരിക്കൽ ഉറങ്ങുന്ന സമയത്ത് നിൻ്റെ പപ്പയ്ക്കാണെങ്കിൽ കൂർക്കം വലിക്കുന്ന അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ നീ അത് കേട്ട് രാത്രി എണീറ്റ് പേടിച്ച് കരയുന്നതുകൊണ്ട് തന്നെ ഹോളിൽ ചെന്ന് കിടന്ന നിൻ്റെ പപ്പ ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് ലൂസിക്ക് മനസ്സിലായത്, ദൈവമേ ഇനി കൂർക്കം വലിക്കും, ഒന്നാമത് ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല, ഇൻസോംനിയ, അപ്പോൾ ഇനി പപ്പയ്ക്ക് കൂർക്കം വലിയും കൂടി ഉണ്ടെങ്കിൽ അവൻ എങ്ങനെ കിടക്കുന്നു പറഞ്ഞിട്ട് ഇവൾ ടെൻഷൻ അടിക്കുക. ആ സമയത്ത് ലൂസിയുടെ അമ്മ വന്നിട്ട് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ലൂസിയെ കാണാനില്ല.
അപ്പോൾ ഇവരിങ്ങനെ വന്ന് എത്തിച്ച് നോക്കുന്ന സമയത്ത് ഇതിനെ ഒളിച്ച് നോക്കുക കേട്ടോ. ആ സമയത്ത് അവിടെ ഒരു ഹോൾ ഏരിയ പോലത്തെ ഒരു സ്ഥലമുണ്ട് ആ ബെഡ്റൂമിൽ. അവിടെ ഇരുന്ന് ഞാനും ലൂസിയും കൂടി സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ലൂസിയുടെ അടുത്ത് സോറി പറയും, എൻ്റെ ഒരു അശ്രദ്ധ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ കുറ്റങ്ങളൊക്കെ എടുത്തിടുക. അപ്പോൾ ലൂസി പറയുകയാണ് ഇല്ലില്ല അങ്ങനെയല്ല, അപ്പം നിനക്കും അസുഖമുണ്ട് എനിക്കും അസുഖമുണ്ട്, അപ്പം നമ്മൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് മാത്രമല്ല ആക്സിഡൻ്റ് ആവാൻ പോയത്, നിനക്കും ആക്സിഡൻ്റ് ആവാൻ പോയില്ലേ, അപ്പോൾ അതിനെ പറ്റിയൊന്നും നീ പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ ലൂസിയുടെ അമ്മയ്ക്ക് ഓക്കെ ഇവർ നല്ലൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പാണെന്ന് അവർക്കും തോന്നുവാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എന്നെ ലൂസിയുടെ പപ്പയും അമ്മയും കൂടി കാറിൽ കയറി പോകാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ലൂസിയും ഞാനും കയറാൻ നിൽക്കുന്ന സമയത്ത് അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുകയാണ് ഞങ്ങൾ കുറേ കാലമായി, നീ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും എവിടെയും ട്രിപ്പ് പോകാൻ പറ്റിയില്ല, ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങൾ രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പോകണം. മക്കളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ടാക്സി വിളിച്ചിട്ട് മാത്രമേ പോകാവൂ, നിങ്ങൾ ആരും വണ്ടി റെൻറ്റൊന്നും എടുത്തിട്ട് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ലൂസിയുടെ പപ്പയും അമ്മയും കൂടി പോവാണ്. ആക്ച്വലി വെച്ചാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്തോട്ടെന്ന് വെച്ചിട്ട് അവർ പോകുന്നത്. അപ്പോൾ ലൂസി ഞാനോട് ഓടി ഇനിയിപ്പോൾ എവിടെ പോകുന്നു പറയുന്ന സമയത്ത് ഞാൻ പറയുവാണ് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നൊരു ഈ ആഗ്രഹം സാധിച്ചിരുന്നൊരു മരമുണ്ട്, അവിടെ കൊണ്ടുവരാം, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഒരു ബോൾ പോലെ സംഭവമുണ്ട്, ഗ്ലാസ് ബോൾ പോലെ. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്താണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി ഇടുവാണെങ്കിൽ സാധിക്കുന്നൊരു വിശ്വാസമാണ്. എന്നിട്ട് അത് എറിയുമ്പോൾ നേരെ പോയാൽ മരത്തിൽ ഇങ്ങനെ ഞാൻ കിടക്കണം. അപ്പോൾ ലൂസിയുടെ അടുത്താണ് ആഗ്രഹം എഴുതാൻ പറയുന്നത്. അപ്പോൾ അവൾ ആഗ്രഹമൊക്കെ എഴുതിയിട്ട് ഇവൻ ചോദിക്കും എന്ത് ആഗ്രഹം പറയാൻ പറയുന്ന സമയത്ത് അവൾ പറയും ഇല്ലില്ല ഞാൻ ആഗ്രഹമൊന്നും പറയത്തില്ല, ഒരു പക്ഷേ നടക്കാതെ പോയാലോ പറഞ്ഞു കഴിഞ്ഞാൽ നടന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവൾ എറിയുന്ന സമയത്ത് അത് വേറെ എവിടെയോ പോയി വീഴും. പക്ഷേ എവിടെയാണെന്ന് ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ലൂസിക്ക് അങ്ങ് സങ്കടമാവട്ടോ. ലൂസിക്ക് ഇനി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇല്ലടാ ഞാൻ 2 എണ്ണേ കൊണ്ടുവന്നുള്ളൂ, അത് തന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ പറയുകയാണ് ശരിയാണ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ആക്ച്വലി അത് അവിടെ ഒരു സൈഡിൽ തന്നെ വീണ് കിടപ്പുണ്ട്. എന്നിട്ട് അവർ നടന്നു പോകുന്ന സമയത്ത് മറ്റേ ഒരു ബോട്ടിങ്ങിന് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾ വേഗം വന്ന് ചോദിക്കുവാണ് നിങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും പറയുവാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നത് ഒരുമിച്ച് പറയാം കേട്ടോ. അപ്പോഴാണ് ഞാനും ലൂസിക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഈ ബോട്ടിങ്ങിനെ പറ്റി എന്തോ ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കിടപ്പുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് ആ സമയത്ത് ഞാനൊരു മെസ്സേജ് വരും, ആ മെസ്സേജ് കണ്ടവൻ സന്തോഷിച്ചിട്ട് ലൂസിയുടെ അടുത്ത് പറയണം നീ ഇന്നൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യും ഞാൻ വരാമെന്ന് പറഞ്ഞു പോകാട്ടോ. ലൂസി ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് രാത്രിയായിട്ട് ഇവൻ വരാത്തതുകൊണ്ട് ഇവളങ്ങ് ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും ഇവൻ എന്ത് ഇത്രയും നേരമായിട്ട് വരാത്ത, എനിക്കാണെങ്കിൽ പേടിയാവുന്നുള്ള ലെവലിൽ അവൾ ഇരിക്കുക. ആ ടൈമിൽ കറക്റ്റ് അവിടെ ലൈറ്റൊക്കെ വരുന്ന അവനാണെങ്കിൽ നല്ലൊരു സൂട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇത് വന്നിട്ട് ലൂസിയുടെ അടുത്ത് പറയുവാണ് ഇനി നീ ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നീ ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ടെന്ന്. ലൂസി ആണെങ്കിൽ കിളി പോയ പോലെ നിൽക്കുക. അവൾക്ക് ടെൻഷനായിപ്പോയി. അവൾ ചോദിക്കുകയാണ് നീ എന്താ ഈ പറഞ്ഞു വരുന്നത്, നീ എൻ്റെ അടുത്ത് ചുമ്മാ എന്താ പറയുന്നത് കളിയാക്കും എന്നെ ടീസ് ചെയ്യുന്നു എല്ലാം ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയില്ല നീ നിന്നെ ആയിട്ടുള്ള ഒരു എന്താ പറയുക നിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും എനിക്ക് പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ ലൂസിക്ക് എന്തോ വേണമെന്നില്ല. എന്നിട്ട് ലാസ്റ്റ് അവൻ ഒരു മോതിരം കാണിച്ചിട്ട് പറയണം എനിക്കിനി നിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് നിൻ്റെ ഹസ്ബൻഡ് ആയാൽ കൊള്ളാമെന്നുണ്ട്, ഇനി ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയണം. അപ്പോഴാണ് നമ്മൾ ലൂസിക്ക് അങ്ങ് സന്തോഷമാവുന്നത്. എന്നിട്ട് ഇവളെ ഇരുത്തിയിട്ട് ഇവൻ ഈ മോതിരം ഇടാൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഇവളെ കയ്യെ പിടിക്കും കേട്ടോ. അപ്പോൾ മോതിരം ഇടാൻ തുടങ്ങുന്നതിന് മുമ്പേ മോതിരം തറയിൽ വീണിട്ട് ഇവർ രണ്ടുപേരും മയങ്ങി വീഴുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.